ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് നമ്മളൊരു വിഷു വ്ളോഗായിട്ട് വന്നിരിക്കും. വിഷു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട് വീടാണ്. ഇത്രയും പച്ചപ്പും കരുതാവും കണ്ടറിയാമല്ലോ നമ്മളൊരു മോഡൽ. അപ്പോൾ കേരളത്തിൽ അവിടെ തട്ടിപ്പൊടിച്ച് അപ്പോൾ നമ്മൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. എത്തി തൊട്ടിട്ട് വിഷു കഴിഞ്ഞ് നമ്മൾ വിഷുക്കണി കണ്ട് ഫുഡും കഴിച്ച് ഇപ്പം നമ്മളെല്ലാം കൂടി ചേർന്ന് ഒരു ഫോട്ടോ സെക്ഷൻ നടത്തി അമ്മേൻ്റെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി കേക്കും കട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും നേരം നടന്ന കഥ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാണാം. ഐശ്വര്യ ബാഗൊക്കെ താഴെ ഇട്ടിട്ട് പോകുന്നത് വേറെ എവിടേക്കുമല്ല, നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് പിടിക്കാനാണ്. അപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിലോട്ട് പോകുന്നത് രണ്ട് കാര്യത്തിന്. ഒന്ന് വിഷു നാട്ടിൽ കൂടാനും, പിന്നെ ഒന്ന് ചേച്ചിനെ കാണാനും. ചേച്ചിനെ ഇപ്പം ഞാൻ 3 കൊല്ലത്തിന് ശേഷമാണ് കാണുന്നത്, ചേച്ചിനെ പിള്ളേരൊക്കെ. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പോകും. പിന്നെ ഇത്തവണ പോകുന്നത് ഒറ്റയ്ക്കാണ്. ചന്തുവിന് ലീവ് കിട്ടാത്തതുകൊണ്ട് ചന്തുവിന് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കയറാൻ പോകണം. ആൻഡ് അപ്പോൾ പോകുന്ന വഴിക്ക് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്നോ എന്നതാണ് ആ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എനിവേസ് നമുക്ക് എന്തായാലും ക്യാബ് എടുത്ത് ഇനി പോവാം. ഇവിടുന്ന് ഏതാണ്ട് ഒരു 45 മിനിറ്റാണ് നമ്മുടെ എയർപോർട്ടിൽ എത്താൻ സമയം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ എനിക്കൊരു 2 മണിയുടെ ഫ്ലൈറ്റ് ഞാൻ അതിനൊരു 12:45 ഇറങ്ങി. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴേക്കും എയർപോർട്ട് എത്താം. 2 മണിക്ക് ഫ്ലൈറ്റല്ലോ കേട്ടോ, 2 മണിക്ക് ക്ലോസ് ചെയ്യും, 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ആ ഒരു പ്ലാനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുംബൈ ട്രാഫിക്കിനെ അധികം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അന്നാണ് തിരിച്ചറിഞ്ഞത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അപ്പോൾ ആ കഥയൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ നിൽക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ സമയം പോലും കിട്ടാത്ത ഓട്ടമായതുകൊണ്ട് ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേരെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു ബുക്ക് വായിച്ചു. ബുക്കിനകത്ത് നമ്മൾ മറ്റേ വിയറ്റ്നാമിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വായിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വന്തം കോഴിക്കോട് ലാൻഡ് ചെയ്തു. കാലിക്കറ്റിൽ നിന്ന് ഇറങ്ങിയത് അവിടെ ഊബറിൻ്റെ സർവീസസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എയർപോർട്ട് ടാക്സിയാണ് എടുക്കേണ്ടത്, പ്രീപെയ്ഡ് ടാക്സി. അപ്പോൾ ഞാൻ പ്രീപെയ്ഡ് കൗണ്ടറിൽ പോയി. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പുത്തുന്നാണ് പറഞ്ഞു. പിന്നെ ഏതാണ്ട് അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അവർ എത്രയാണോ അതിന് വരുന്നത് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഒരു ബില്ല് അടിച്ചു തരും. അപ്പം പിന്നെ ഏതെങ്കിലും ടാക്സി ഒരു അസൈൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി 1600 ആയിരുന്നു 35 കിലോമീറ്റേഴ്സിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും റീസണബിളായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിവേസ് നമുക്ക് എന്തായാലും കാർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 45 മിനിറ്റ് എത്തേണ്ടതാണ് വീട്ടിലോട്ട്. പക്ഷെ ഇപ്പോൾ ഹൈവേൻ്റെ പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചുകൂടെ വ്യത്യാസം വരേണ്ടതാണ്. അതായത് നമുക്ക് നോക്കി നോക്കാം എന്തെങ്കിലും കുറച്ചുകൂടെ പെട്ടെന്ന് എത്താൻ പറ്റുമോ എന്ന്. യൂഷ്വലി 45 മിനിറ്റ്സാണ് എത്താറ്. അതിന് മുന്നേ എത്താൻ പറ്റുമില്ലെന്ന് നോക്കാം. എന്തായാലും ഇവിടെ ലാൻഡ് ചെയ്തപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് കണ്ടു ചായക്കട കയറി പഴംപൊരിയും ചായയും കുടിച്ചു. പിന്നെ തിരിച്ച് വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈവേൻ്റെ പണി ഏതാണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം പണി തീർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്ത് മാത്രമേ അവർ ഓപ്പൺ ചെയ്യാത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് യാത്ര ഭയങ്കര സ്മൂത്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 30-40 മിനിറ്റ്സിന്, അതായത് യൂഷ്വലി പോകുന്നതിനേക്കാൾ ഒരു 10 മിനിറ്റ് കുറഞ്ഞിട്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റി. പിന്നെ ഉണ്ടായിരുന്നു നമ്മൾ ടൗണിലൊക്കെ എത്തുമ്പോൾ പുത്തൻതാണിയൊക്കെ എത്തുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. റോഡെല്ലാം പല പല രൂപത്തിലായിട്ട്, കടകളുടെയൊക്കെ സ്ട്രക്ചർ എവിടേക്കൊക്കെ മാറി. കാരണം റോഡൊക്കെ കണക്ഷൻ തന്നെ വേറെ ആയിപ്പോയില്ല. അപ്പോൾ അതൊന്ന് പ്രോപ്പറായി കണ്ടുപിടിക്കണം. എനിവേസ് അങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് നമ്മളിപ്പം വീട്ടിലോട്ടെത്തി. ഇനി എന്താ, നമുക്ക് വീട്ടിലുള്ള ബാക്കി ടീംസിനൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. വീട്ടിൽ നിന്ന് ഫുൾ ആൾക്കാരായിരിക്കും. ചേച്ചിയും മക്കളും അച്ഛനും അമ്മയും 2 ചേച്ചിയും പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പോൾ വീട്ടിൽ മൊത്തത്തിൽ ബഹളമായിരിക്കും. അപ്പം നമുക്കിനി അധികം വൈകാണ്ട് അവരെ പരിചയപ്പെടും. ലാൻഡ് ചെയ്തിരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ. വീട്ടിൽ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. വീട്ടിലെത്തി. അയ്യോ, ഇതെന്താ ഫുള്ള് ഇരുട്ടാടോ. നമ്മൾ വീട്ടിലെത്തി. ഇവിടെ മൊത്തം പിള്ളേരുടെ ബഹളമാണ്. അപ്പം എന്തായാലും നമുക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഹലോ ഹലോ ഹലോ
തൊടാൻ പോകണം. അപ്പോൾ ആ കണ്ടായിരുന്നു നമ്മുടെ ജിമ്മിയുടെ സ്നേഹപ്രകടനം. അപ്പോൾ ജിമ്മിൻ്റെ അടുത്ത് കുറച്ച് ബായൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഒന്നുകൂടെ കണ്ട് സ്നേഹം പ്രകടിപ്പിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ബാക്കി ടീംസിന് അപ്പോൾ അത് അമ്മു, കുഞ്ഞു, ആദി, അപ്പൂസ്. അപ്പൂസ് നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മുവിനെയും കുഞ്ഞിനെയും ഇപ്പോൾ കാണുന്നത് 3 കൊല്ലത്തിന് ശേഷം. അപ്പോൾ അവരുടെ അടുത്തെല്ലാം കണ്ടിട്ട് നമ്മൾ വർത്താനം പറയാൻ മുന്നേ അമ്മ എന്താ അടുക്കളയിൽ ചെയ്യുന്നത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വറക്കലായിരുന്നു. ചോറുണ്ടെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു ഉണ്ടാക്കി കുറേ ബ്രേസ്ലെറ്റ്സും വളയൊക്കെ കാണിച്ചു. അത് കുഞ്ഞു ബാക്കിയുള്ള പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമോൾ ഉണ്ടാക്കിയതും കുറേ കാണിച്ചു തന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേച്ചിമാർ, ഇതുവരെ നമ്മുടെ പിക്ചറിൽ വരാത്ത 2 ആൾക്കാർ, അതെ അവരത് കണ്ടില്ലല്ലോ. അപ്പോൾ അവർ 2 പേരും ആക്ച്വലി അമ്മൂമ്മേൻ്റെ വീട്ടിലോട്ടൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് എത്തി. അപ്പോൾ ഇനി നമുക്ക് അവരെ കാണാം. മദ്രസയുടെ ഉള്ളിൽ പോയി. നല്ല ഭംഗിയുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഓടിപ്പോ അപ്പോൾ അപ്പോസ് കറക്റ്റ് സമയത്ത് പടക്കം പൊട്ടിച്ചുകൊണ്ട് നമുക്കത് വീഡിയോ നന്നായി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എനിവേസ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അച്ഛൻ്റെ 3 പെൺമക്കൾ ചേർന്നുള്ള ഗെറ്റ് ടുഗദർ ആഫ്റ്റർ 3 years. അച്ഛൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഇമോഷണൽ മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടാവാറില്ല. കാരണം നമ്മളെല്ലാവരും കൂടി കാണുന്ന സമയം വളരെ റെയറാണ്. എല്ലാവർക്കും ലീവ് കിട്ടി ഒരുമിച്ച് നാട്ടിലെത്തുന്നത് ലൈക്ക് ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടത് എൻ്റെ കല്യാണത്തിന് സമയത്താണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റട്ടെ. പിന്നെ എല്ലാവർക്കും ഓരോരുത്തരുടെ എന്താ പറയുക ലൈഫായിട്ട് മുന്നോട്ട് പോകണമല്ലോ, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ഫുൾ ടൈം എൻജോയ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും അധികം കത്തി പറഞ്ഞിട്ടൊന്നും നീട്ടുന്നില്ല. ഇനി നാളെ രാവിലത്തെ കുറേ പ്ലാൻസ് ഉണ്ട്. നാളെ അല്ല മറ്റന്നാളാകുമ്പോഴേക്കും നമ്മൾ വിഷുവിൻ്റെ പരിപാടി തുടങ്ങണം. പക്ഷെ നാളെ നമുക്ക് കുറച്ച് വിഷുവിൻ്റെ ഷോപ്പിംഗ് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് ഷോപ്പിംഗ് പരിപാടീസ് തുടങ്ങാനുള്ള വേണ്ടിയിട്ട് കിടന്നുറങ്ങി ഫ്രഷായി രാവിലെ എഴുന്നേറ്റ് പോകാം. നേരത്തെ കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിച്ചെങ്കിലും നടന്നില്ല. കാരണം അപ്പൂസിന് ഇന്ന് രാത്രി തന്നെ പടക്കം പൊട്ടിക്കണമെന്നായിരുന്നു നിർബന്ധം. അപ്പോൾ നമ്മൾ കുറച്ച് പടക്കം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങി ഓൾറെഡി പടക്കം പൊട്ടിക്കലും പൂർത്തിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വിഷുവിൻ്റെ 3 ദിവസം മുന്നെയാണ് കേട്ടോ. എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും നാളെയാണ് വിഷു എന്ന്. പക്ഷേ എന്താ പറയുക, നമ്മളൊരു 3-4 ദിവസം മുന്നേ വിഷു ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തവണത്തെ വിഷു നമുക്ക് സ്പെഷ്യലായിരുന്നല്ലോ, എല്ലാവരും നാട്ടിലുള്ള ശ്രദ്ധിക്കും. അപ്പോൾ എനിവേസ്, ഇനി നമുക്കിന്ന് വിഷു കുറച്ച് നേരം ആഘോഷിച്ചിട്ട് കിടന്നുറങ്ങി നാളെ കാണാം. ബൈ. ഇത് ഒരു സംഭവം കാണിക്കാൻ പറഞ്ഞു. ഈ കാണാൻ നമ്മൾ പുളിയച്ചാറ് നമ്മളെല്ലാവരും കുഞ്ഞിറങ്ങിയ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചേച്ചി എപ്പോഴും എണീച്ച് നാട്ടിൽ വന്നുടനെ ചേച്ചി ഒരു 2-3 പാക്കറ്റ് പുളിയച്ചാറ് നൊസ്റ്റാൾജിയ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പുളിയച്ചാറെല്ലാം കുറച്ച് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഇനി അധിക സമയമില്ല. ഇന്ന് ഫുൾ പാക്ഡാണ്, കുറേ പ്ലാൻസ് ഉണ്ട്. രാവിലെ നമുക്ക് ആദ്യം പോകേണ്ടത് വിഷു ഷോപ്പിങ്ങിനാണ്. അപ്പോൾ ഇത്തവണ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. വിഷു ഷോപ്പിംഗ് എല്ലാം കൂടി ഒരുമിച്ച് നടത്താൻ പോകും. നമ്മളൊരു 10 ആൾക്കാർ കൂടി ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റിയൊരു വണ്ടിയാണ് അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും വേറെ ഒറ്റ വണ്ടിയിൽ കയറത്തില്ലല്ലോ. കാറിനകത്താലും കയറത്തില്ല, ഒന്നിലും കയറത്തില്ല. അല്ലെങ്കിൽ 2 വണ്ടി എടുക്കുന്നതിനേക്കാളും ബെറ്ററായിരുന്നു ഇങ്ങനൊരു വണ്ടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ മെയിൻ അജണ്ടാസ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഡ്രസ്സ് എടുക്കണം, സാരി എടുക്കണം, അമ്മയ്ക്ക് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണം. നമുക്കിങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് പോവാം. പക്ഷെ അതിന് മുന്നേ ഉച്ചയായിട്ടുണ്ട് സമയം. നമുക്ക് ആദ്യം കഴിക്കേണ്ടത് ഫുഡ്. ഷോപ്പിങ്ങിന് എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പം അവിടെ പുത്തണി ഉള്ളതിൽ വെച്ചിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി കട തപ്പി നോക്കിയിരിക്കുന്നു. അങ്ങനെ എന്തായാലും നമുക്കൊരു സ്ഥലം കിട്ടി. എന്തായാലും പേര് പണ്ടത്തെ വൈറ്റ് ഹോട്ടലിൻ്റെ അടുത്തുള്ളായിരുന്നു, പേര് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. എനിവേസ്, ബിരിയാണി നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അല്ലാണ്ട് പിള്ളേർ കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി അക്ഷമരായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ചൂട് വെള്ളം കുടിച്ച് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ബിരിയാണി വരട്ടെ. അത് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്, നമ്മൾ കടയിൽ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്താലും സാധാരണ കടയിലുള്ള ആൾക്കാരാണല്ലോ സെർവ് ചെയ്യുക. അപ്പോൾ ചേച്ചിൻ്റെ ഉള്ളിൽ അമ്മ ഉണരും. അതായത് ചേച്ചി 7ാം ക്ലാസ് തൊട്ടിട്ട്
എന്താ പറയുക, ഒരു ചേച്ചിയമ്മ സെറ്റപ്പിലാണ് ജീവിച്ചു വളർന്നത് മൊത്തം. അപ്പോൾ എപ്പോഴായാലും ഈ പിള്ളേരെ ഇങ്ങനെ ഫുഡ് കൊടുത്തത്, പിള്ളേർ ഇൻക്ലൂഡിങ് മീ, എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നോക്കുന്ന ചേച്ചിയുടെ മെയിൻ സംഭവമൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ടും ചേച്ചി തന്നെയായിരുന്നു ഫുൾ സെർവിങ് കാര്യങ്ങളെല്ലാം. അപ്പം ആ സംഭവത്തിലൊരു മാറ്റമില്ല. എനിവേസ്, അപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതും ചിക്കൻ ലെഗോൺ ബിരിയാണി വേണം സ്പെഷ്യലി പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത സാധനം. പക്ഷേ എന്താ പറയുക, കുറച്ചുകൂടെ ചിക്കൻ ഡ്രൈ ആയിരുന്നു. അത്ര ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് സജസ്റ്റ് ചെയ്യത്തില്ല ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ വേറെ നല്ല ബിരിയാണി സ്പോട്ട് പുത്തൻതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഐ മീൻ ലൈക്ക് ചിക്കൻ മസാല ഒക്കെ ഓക്കെ, പക്ഷേ ചിക്കൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിവേസ്, കുറേ നാൾക്ക് ശേഷം നാട്ടിൽ ബിരിയാണി കിട്ടിയതുകൊണ്ടുള്ള സന്തോഷത്തോടെ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ നല്ല ബിരിയാണി കിട്ടാമായിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ അടുത്ത സ്പോട്ടിലോട്ട് എത്തി. വേറൊന്നുമല്ല, അമ്മയ്ക്കുള്ള സാരി എടുക്കാനുള്ള ഷോപ്പിംഗ് സെൻറ്റർ. അപ്പം അങ്ങോട്ട് പോയി. ഇച്ചിരി ആ സൈഡിലോട്ട് ഇച്ചിരി ആ സൈഡിലോട്ട് മേമേനെ കണ്ണാടി എന്നുള്ള വീടിക്കൂല എടുത്തുണ്ട് എടുക്കണം. അതെ അല്ലേ, നല്ല ഭംഗിയുണ്ട് വീക്കുണ്ട്. ബ്ലോഗർ അതാണ്. ഫൈനലി അമ്മയ്ക്ക് നമ്മൾ ഈ കാണുന്ന മെറൂണും ബ്ലൂ സാരിയും ഫിക്സ് ചെയ്തു. അപ്പം അത് സെലക്ട് ചെയ്ത്, പക്ഷേ അതിൻ്റെ അതേ തന്നെ വേറെ ടൈപ്പ് ഉണ്ടോ എന്നൊക്കെ കുറേ തപ്പുമായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് അതിൽ തന്നെ തിരിഞ്ഞെത്തി. നമ്മളങ്ങനെയാണല്ലോ, ആദ്യം കണ്ട സാരി ഇഷ്ടപ്പെടും, പിന്നെ ചുമ്മാ ഒരു 4-5 സാരി വീണ്ടും നോക്കും, പിന്നെ അവസാനം വീണ്ടും ആദ്യം കണ്ട സാരി തന്നെ വാങ്ങും. അത് നടക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ എനിവേസ്, അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കുള്ളൊരു ഡ്രസ്സ്, പിള്ളേർക്കുള്ള എത്നിക് വെയേഴ്സ് നോക്കണം. അപ്പോൾ അടുത്ത സെക്ഷൻ പിള്ളേർക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗാണ്. അപ്പോൾ അത് നോക്കാം. നല്ല കളർ സംഭവമാണ്. പക്ഷേ അവിടുന്ന് പിള്ളേരുടെ ഡ്രസ്സ് നോക്കിയെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ചിലപ്പം കളർ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ പാറ്റേൺ ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ എന്തെങ്കിലും രണ്ടും കൂടി സെറ്റായി വന്നില്ല. അപ്പം നമ്മൾ ഇതിൽ നിന്ന് കോട്ടയ്ക്കിലോട്ട് പോകും പുത്തനാണിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഇളനീരിന് സ്പെഷ്യലായിട്ടുള്ളൊരു കടയുണ്ട്, ഇളനീരിൻ്റെ ജ്യൂസ് സെൻറ്ററൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇളനീർ ജ്യൂസാണ് ബാക്കിയുള്ള ഓർഡർ. ഞാൻ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു, കാരണം എനിക്ക് ഇളനീർ ജ്യൂസ് പണ്ടെങ്ങാനും കഴിച്ചിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രോമ ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് അതൊരിക്കലും കുടിക്കാറില്ല. അതുകൊണ്ട് ഇളനീരിൻ്റെ വെള്ളം കുടിച്ച് എന്താ പറയുക, നമ്മളവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം പിന്നെ നമ്മൾ കോട്ടയ്ക്ക് സീനത്തിലോട്ടാണ് പോയി. അപ്പോൾ സീനത്തിനകത്ത് ആക്ച്വലി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അലോഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഷോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പിള്ളേർക്ക് ഉള്ള വേറെ ഡ്രസ്സ്, എൻ്റെ വകയിൽ വിഷുക്കോടെ എടുക്കാൻ വേണ്ടി നമ്മൾ റിലയൻസ് ട്രെൻഡ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അതെ, റിലയൻസ് ട്രെൻഡ്സിലോട്ട് പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ നമ്മളിനി അവിടെ ചെന്നിട്ട് ഇനി ആദ്യം മോൾക്കും അമ്മൂനും കുഞ്ഞൂനും അപ്പൂനുള്ളത്. ബൈ ദ വേ, ആദ്യം പോലെ അമ്മു, കുഞ്ഞു, അപ്പു, സാര എന്നുള്ളത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. സോ അമ്മു, കുഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ചേച്ചിയുടെ സ്റ്റുച്ചേച്ചിയുടെ മക്കളാണ്. ആൻഡ് അപ്പൂസും ആദ്യമോളാണ് രണ്ടാമത്തെ ചേച്ചിയുടെ ഷർണേച്ചിയുടെ മക്കൾ. അപ്പോൾ ഈ കാണുന്നതാണ് ആദ്യമോൾ. അപ്പോൾ ആദ്യമോൾക്കുള്ള ഡ്രസ്സാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്താണെന്നല്ല, ആദ്യമേ എനിക്കൊരു ബോഡിക്കോൺ ഡ്രസ്സ്, ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ആദ്യമോളെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാമെന്ന് വെച്ചു. ആദ്യമോൾക്ക് ഫിറ്റായിരിക്കും തോന്നി. അപ്പോൾ എന്തായാലും ഇത് തന്നെ നമ്മൾ ആദ്യമോൾ എടുക്കുകയും ചെയ്ത്. ആദ്യമോൾക്ക് ഭയങ്കര കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യമോളുടെ ഷോപ്പിംഗ് ഒരു 5 മിനിറ്റ്സിൽ കഴിഞ്ഞു. ഇനി അടുത്ത ടീംസിൻ്റെ ഷോപ്പിംഗാണ് ബാക്കിയുള്ളത്. അടുത്തത് അമ്മൂനും കുഞ്ഞുവിനുള്ള ഡ്രസ്സിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, പിള്ളേർ മാറുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ ലൈക്ക് അമ്മ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു, ഏത് ടൈപ്പ് വേണം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ
ഒരു എൻ്റെ അതേ കാർബൺ കോപ്പിയാണല്ലോ അമ്മു എന്ന് ആലോചിക്കുന്നത്. ഞാൻ ഇതേപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷേ എക്സാക്ട് സെയിം പോലെ തന്നെ അമ്മ ഇരിക്കുന്നത്. പണ്ട് ആൾക്കാർ പറയുന്നു എന്നെ അമ്മുവിനെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് സ്വഭാവം അതുപോലെയെന്ന് മനസ്സിലായി. എനിവേസ് ആദ്യം മോൾ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു, പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു അല്ലേ, ആദ്യം നമുക്ക് സെറ്റപ്പ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇനി അടുത്ത അജണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഓൾറെഡി സമയം എനിക്ക് തോന്നുന്നു 7-8 മണി. ഇന്ന് രാത്രി ഒരു മൂവി പ്ലാനും കൂടി ഉണ്ട്. നമ്മൾ ഡിന്നർ കഴിച്ച് അടുത്തൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഇന്ന് മൂവിക്ക് കയറാൻ വേണ്ടി അപ്പുവാണ് സജസ്റ്റ് ചെയ്ത് ഏത് മൂവി കാണണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും മൂവി തിയേറ്ററിലോട്ട് നമ്മൾ പോയത് ആദ്യം വളാഞ്ചേരി നോക്കി, പക്ഷേ അവിടെ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ തിരൂരുള്ള അനുഗ്രഹയില പോയിട്ടുണ്ടായിരുന്നു. രാത്രിത്തെ 12 ഷോ. നമ്മൾ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ 12 ഷോയ്ക്കൊക്കെ പോകുന്നത്. എനിവേസ് നല്ല രസമായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ എല്ലാവരും ചേർന്ന് മൂവിക്കൊക്കെ പോയി. അപ്പോൾ മൂവി അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പാർട്ട് അടുത്ത വീഡിയോ കാണാം.